ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബാലൻസ് വന്ന ചപ്പാത്തിയും കൊണ്ട് ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിലോട്ട് ഒരു വലിയ ഉള്ളി, എൻ്റെ അടുത്ത് ചുവപ്പും മഞ്ഞയും ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അതെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതിൻ്റെ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ തക്കാളി എടുത്തിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ വേണം കേട്ടോ. ഞാൻ എന്താ അവിടെ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, പാനല്ല ചീനച്ചട്ടി വെച്ചിരിക്കുന്നത്. ഇനി അതിലോട്ട് ഒരു ചെറിയൊരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 സ്പൂണോളം ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ എത്രത്തോളം മെൽറ്റാവാൻ നിൽക്കരുത് കേട്ടോ, കാരണം എൻ്റെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും ആളൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിട്ടിട്ട് നന്നായി അതിൻ്റെ ഒരു സ്മെല്ല് പോയ ശേഷം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ ഒത്തിരി ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ ഈ കളറ് കാണാൻ, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, വളരെ ചെറിയ തക്കാളി മതി കേട്ടോ, ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ രാത്രിത്തെ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഞാൻ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി അതിലോട്ട് കുറച്ച് മുളക് പൊടി. നമുക്ക് ഒരുപാട് എരിവ് ആവശ്യമില്ല, ജസ്റ്റ് ഒരു നമുക്ക് വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതല്ലേ, അപ്പോൾ അങ്ങനത്തെ ഇതാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉപയോഗിച്ചിട്ടും ഈ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഇടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഇടുന്നത് നന്നായിക്കോട്ടെ ഒരു കളറിന്, കാരണം നമ്മൾ മുളക് പൊടി നല്ല എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇട്ടാൽ മതിയല്ലോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടെ അതിലോട്ട് ഇട്ടു. ഇനി നമുക്ക് അതിലോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു അത്യാവശ്യം ഒരു 2-3 സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് കേട്ടോ. സ്നാക്സോ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഞാൻ വളരെ നൈസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്, ഒരുപാട് തിക്കാവാതെ. അപ്പോൾ അതുകൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ആ മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഈ രീതിക്കാണ് കേട്ടോ. കഴിക്കാനും കാണാനും ഒത്തിരി ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.